ജർമ്മനിയിൽ അന്തരിച്ച മലയാളി വൈദികൻ ഫാദർ ബോബി വട്ടമലയെ ഓർത്തെടുക്കുകയാണ് സഹോദരൻ സജി തോമസ് വട്ടമല. കപ്പൂച്ചിൻ സഭയിൽ ചേരാനിരുന്ന ബോബി അച്ഛൻ തലശ്ശേരി രൂപത വൈദികനായതിനെപ്പറ്റിയും സജി തോമസ് പറയുന്നു. എൻ്റെ പേര് സജി തോമസ്. ഞാൻ ബോബി അച്ഛൻ്റെ രണ്ടാമത്തെ ചെറുനാൻ്റെ വരും. ഞങ്ങൾ 7 പേരാണ് സഹോദരി സ്വരങ്ങൾ. അതിലേറ്റവും ഇളയ ആളാണ് ബോബി അച്ഛൻ. ബോബി അച്ഛൻ്റെ ചെറുപ്പകാലങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ ചാച്ചൻ മരിക്കുന്നത് ബോബി അച്ഛൻ്റെ ചെറുപ്രായത്തിലാണ്. ആദ്യമേ പുള്ളി ബ്രദറൻ സഭയിലായിരുന്നു പുള്ളി പോയത്. അവിടെ പോയി പുള്ളി കുറച്ചു കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയായിരുന്നു ചെയ്തത്. അവിടെ അന്ന് ആ സഭയിലെ കാര്യങ്ങളിൽ മാറിയിട്ട് പുള്ളി തിരിച്ചു വരികയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം പുള്ളിക്ക് സെമിനാരി ജീവിതം അല്ല ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ജീവിതത്തെക്കുറിച്ച് പുള്ളി വലിയ കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ 92 കാലഘട്ടങ്ങളിലൊക്കെ പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണം, ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നുണ്ട്, എങ്ങനെയാണ് എന്താണ് എന്നൊരു തീരുമാനമില്ലാതെ പുള്ളി ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. കർത്താവിനെ ശുശ്രൂഷ ചെയ്യണമെന്നൊരാഗ്രഹം പുള്ളിയിലുണ്ട് എപ്പോഴും. അതിൽ പുള്ളിയുടെ ആഗ്രഹം ഒരു കപ്പൂച്ചൻ സഭയുടെ ശുശ്രൂഷകൻ, ഒരു മിഷനറി ആയി ജീവിക്കണമെന്നായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. അതിപ്പം ഞങ്ങൾ സഹോദരങ്ങൾ ഉള്ളപ്പോഴൊക്കെ ആ കാര്യങ്ങളെക്കുറിച്ച് പുള്ളി സംസാരിക്കുമായിരുന്നു. ആ കാലഘട്ടങ്ങൾ 92 കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഇടവകയിൽ അവിടുത്തെ ബഹുമാനോട് വികാരിച്ചനായിട്ടുണ്ടായിരുന്നത് ജോസ് കുരിക്കാട്ടിലച്ചനായിരുന്നു. അപ്പം ജോസ് കുരിക്കാട്ടിലച്ചൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളവിടെ അന്നൊരു പ്രാർത്ഥനാ കൂട്ടായ്മയും ആ കൂട്ടായ്മയ്ക്കുള്ളിൽ ഒരു കോർ ഗ്രൂപ്പും ഉണ്ടായിരുന്നു. വൈദികനാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഏത് മിഷണറിക്കാണ് പോകേണ്ടത് എന്നുള്ള ഒരു തീരുമാനമില്ലാതെ പുള്ളി വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് 9 പേരായിരുന്നു ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ആ ഗ്രൂപ്പിൽ അന്ന് ഞങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ 1-2 പേരുണ്ടായിരുന്നു. ഞാനും വേറൊരു 1-2 കാപ്പി ജോസേട്ടനെ, മണലി കുഞ്ഞോഞ്ചേട്ടൻ, അങ്ങനെ കുറച്ച് പേർ, ഞങ്ങൾ 9 പേരായിരുന്നു ഉണ്ടായിരുന്നു. അവിടെ അന്ന് പ്രാർത്ഥനയിൽ ഞങ്ങളിങ്ങനെ മെസ്സേജ് എടുക്കുമായിരുന്നു. ആഴ്ചയിൽ എല്ലാ ദിവസവും ഞങ്ങൾ കൂടുമായിരുന്നു പള്ളിയിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ. അപ്പം ബോബി അച്ഛൻ ഇങ്ങനെ കപ്പൂച്ചൻ സഭയിൽ പോകാനായിരുന്നു ആഗ്രഹം. അങ്ങനെ പോകണമെന്നുള്ള ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കർത്താവ് എന്നിലൂടെ ഒരു മെസ്സേജ് വന്നു. തലശ്ശേരി രൂപതയിൽ ഒരച്ഛനാകാൻ, വൈദികനാകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ബോബി അച്ഛനോട് അത് മെസ്സേജ് കൊടുത്തു. അതിനുവേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പം ബോബി അച്ഛന് അന്നേരവും ബോബി അച്ഛന് കപ്പൂച്ചൻ സഭയ്ക്ക് പോകാനാണ്, ഒരു മിഷണറിയായി വർക്ക് ചെയ്യാനാണ് പുള്ളിക്ക് ആഗ്രഹം. അന്നേരം ഉള്ളിൽ പുള്ളി തുറന്നു പറഞ്ഞു. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. വീണ്ടും കർത്താവ് തലശ്ശേരി രൂപതയ്ക്ക് ഒരു വൈദികനായി ജീവിക്കാനാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ള മെസ്സേജ് വീണ്ടും കിട്ടി. അങ്ങനെ 2003 ജോസച്ചൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ തലശ്ശേരിയിലെ ബിഷപ്പിനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ അച്ഛൻ ഡിഗ്രി കഴിഞ്ഞതായിരുന്നുകൊണ്ട് മൈനർ സെമിനാരിയിൽ 2 വർഷം പുള്ളി പഠിച്ചു. അതിനുശേഷം പുള്ളി തിയോളജി എടുത്തത് പൂനെയിൽ വേറൊരു സ്ഥലത്താണ് പോയിരുന്നത്. അത് കഴിഞ്ഞാണ് വീണ്ടും തലശ്ശേരിയിൽ വരികയും പുള്ളി കുറച്ച് വർഷം കൊണ്ട് വൈദികനാകുകയും ചെയ്ത്. പുള്ളി വൈദികനായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം വീട്ടിലൊക്കെ വരുമ്പോഴും ഞങ്ങളൊക്കെ ആയിട്ട് വളരെ കാര്യങ്ങൾ, പുള്ളി ഒത്തിരി സംസാരിക്കുന്നൊരു വ്യക്തിയല്ല. എങ്ങാലും പറയുന്ന കാര്യങ്ങൾ വളരെ ചില കാര്യം കാർക്കശ്യവും വളരെ തീരുമാനം കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലാണ് പുള്ളിയുടെ പറയുന്നതും അതെ ചെയ്യുന്നതും അതെ. എല്ലാം ആലോചിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ബോബി അച്ഛൻ്റെ ഉണ്ടായിരുന്നത്. പ്രാർത്ഥനാ ജീവിതമാണെങ്കിലും വളരെ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥന, അതുപോലെ തന്നെ പ്രവൃത്തിയാണേലും അത് ആ കാഴ്ചപ്പാട് വെച്ചുള്ള പ്രവൃത്തിയുമായിരുന്നു. അന്ന് ആ കാലഘട്ടങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് ആണ് എപ്പോഴും വൈദികമായിട്ട് വന്നിരിക്കുമ്പോഴും ആ വൈദികനാകുന്നതിന് മുന്നേയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ വരികയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു പുള്ളിയുടെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു. പ്രാർത്ഥനാ ജീവിതത്തിലാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തതും പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ വരുത്തുവാൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു ബോബി അച്ഛൻ. അല്ലാതെ വെറും ഒരു പ്രാർത്ഥനയല്ലായിരുന്നു, ജീവിതത്തിൽ അത് പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചപ്പാട് കൂടിയായിരുന്നു ബോബി അച്ഛൻ്റെ ജീവിതം. ഞങ്ങൾ പിന്നെ സഹോദരങ്ങളുടെ രീതിയിൽ പറയുമ്പോൾ ഞാനുമായിട്ട് പുള്ളിക്ക് കൂടുതൽ ഇച്ചിരി അടുപ്പ് കൂടുതലുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് എനിക്ക് 5 മക്കളാണുള്ളത്. അപ്പം സാമ്പത്തികമായിട്ടൊക്കെ വലിയ പുരോഗതിയൊന്നും ഇല്ലെങ്കിലും പിള്ളേരെ പഠിപ്പിക്കാനുള്ള കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുള്ളി അച്ഛനായി കഴിഞ്ഞും എന്നോട് ഉപദേശമൊക്കെ പറയുമായിരുന്നു. അന്നത്തെ കാലഘട്ടം പിള്ളേർ എല്ലാവരും നല്ല രീതിയിൽ പഠിപ്പിക്കാനൊക്കെ സാധിച്ചു, എല്ലാവരും നല്ലോണം പഠിക്കുമായിരുന്നു. അച്ഛനായതിന് ശേഷവും പുള്ളി ആ രീതിയിലൊക്കെ പറ്റുന്ന പോലെ സഹായിക്കും.
ഒരു കാര്യം എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ പുള്ളി അത് മറ്റുള്ളവരോട് പറയാൻ പുള്ളിക്ക് താല്പര്യം ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് എന്നോട് പറയായിരുന്നു, ആരോട് പറയണ്ട, കുഞ്ഞുങ്ങളുടെ കാര്യം തമ്പറാൻ നോക്കിക്കോളും. ഞാനും അങ്ങനെ ആ രീതിയിലായിരുന്നു, പ്രാർത്ഥന ജീവിതത്തിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ദൈവം നടത്തും എന്നുള്ളൊരു ബോധ്യത്തിലായിരുന്നു ഞങ്ങളുടെ. അതുകൊണ്ട് എന്നോട് വിളിച്ച് ചോദിക്കും, ഫോണിനെ വിളിച്ച് ചോദിക്കും, വീട്ടിൽ നിന്ന് അവിടെ വരുമ്പോൾ ചോദിക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ. പിള്ളേരെന്ന് വളരെ നല്ല രീതിയിൽ പഠിക്കുന്നതുകൊണ്ട് പുള്ളിക്ക് വലിയ കാര്യവുമായിരുന്നു അവരെയും പിള്ളേരെയും. എന്ത് കാര്യമുണ്ടെങ്കിലും ആ പിള്ളേരോട് ഒന്ന് ചോദിക്കും, അല്ലെങ്കിൽ അവരോട് നേരിട്ട് വിളിച്ച് ചോദിക്കും. ആ രീതിയിലായിരുന്നു പുള്ളിയുടെ ആത്മീയ ജീവിതം. പുള്ളി കണ്ടെത്തിയ കർത്താവിനെ കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഞങ്ങളുമായിട്ടും അങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ പുള്ളി ചെയ്യുന്ന ഒരു ശുശ്രൂഷയ്ക്ക്, കർത്താവിനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ, യേശുവിനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു പുള്ളിയുടെ ഉള്ളിൽ എപ്പോഴും കാണുന്നത്. അപ്പോൾ ഈ രോഗമായിരുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ രോഗങ്ങളെക്കുറിച്ച് വരെ പുള്ളി പറയുന്നത്. നല്ലൊരു നിരാശയോ ഒരു വേദനയോ നല്ല ദുഃഖമോ ഇല്ലാതായിരുന്നു. പുള്ളി കർത്താവിൽ ആശ്രയിക്കുന്നു. ദൈവം അറിയാതെ ജീവിതത്തിലൊന്നുമില്ല, എന്ത് സംഭവിച്ചാലും ഞാനത് സ്വീകരിക്കും, ഏത് ഞാൻ കർത്താവിൻ്റെ ഇഷ്ടമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഇല്ല. ഈ പ്രാവശ്യം വന്നപ്പോഴും പുള്ളി ഈ രോഗാവസ്ഥയിലേക്ക് വീണ്ടും ഈ പ്രാവശ്യം 2-3 മാസം മുന്നേ വന്നപ്പോൾ വളരെ ക്ഷീണിതനായിരുന്നു. അപ്പോൾ ഞങ്ങളിരുന്ന് ഒരുമിച്ച് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പുള്ളി പറയുമായിരുന്നു, യാത്ര ചെയ്തതിൻ്റെ ആയിരുന്നു, 1 മാസത്തോളം വെച്ച് ഒരു യാത്രയുണ്ടായിരുന്നു പുള്ളി. അവരുടെ കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു. അവരെ കൊണ്ട് ഒരുമിച്ച് നടന്നപ്പോൾ അതിൻ്റെ ക്ഷീണമാണെന്നായിരുന്നു പുള്ളി പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, പുള്ളിക്ക് എന്തോ പഴയ രോഗത്തിൻ്റെ ഒരു ലക്ഷണമുണ്ടോ എന്നൊരു പുള്ളിയുടെ രീതിയും ചുമയുണ്ടായിരുന്നു ഇടയ്ക്ക്, അത് ശ്വാസം മുട്ടൽ, പിന്നെ കാലിന് വേദന, നീരൊക്കെ ഉള്ളപ്പം ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോൾ? അത് യാത്ര ചെയ്തതിൻ്റെ പ്രശ്നമാണ് എന്ന് എപ്പോഴും പുള്ളി പറയായിരുന്നു. അപ്പോൾ അതും എന്നാലും പുള്ളിക്കൊരു പിന്നെ ഇതന്നെ ആയപ്പോഴാണ് അത് പ്രശ്നമൊന്നുമില്ലോ, ദൈവം അറിയാത്ത ഒന്നുമില്ലല്ലോ എന്ന് പുള്ളിയായിരുന്നു എപ്പോഴും. അത് കഴിഞ്ഞ് രോഗം അവിടെ ചെന്ന് ചെക്ക് ചെയ്ത് രോഗമായപ്പോൾ എന്നെ വിളിച്ചു, ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്, ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്, നീ പ്രാർത്ഥിക്കണം, ആ ഓപ്പറേഷൻ ചെയ്താൽ ഭയങ്കര വേദനയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് അതൊന്ന് മാറിക്കിട്ടാൻ വലിയ വേദനയോടുകൂടി ശുശ്രൂഷയെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അതൊരു സാഹചര്യം വരും, അതൊന്ന് മാറിക്കിട്ടാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പുള്ളി ഇന്ന് വരെയും പറഞ്ഞിട്ടുള്ളൂ. രോഗം മാറാൻ വേണ്ടി പുള്ളി ആരോടും പ്രാർത്ഥന ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ രോഗാവസ്ഥയുള്ളൊരു നിരാശയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോ കർത്താവ് അറിയാത്ത ദൈവത്തിന് സംഭവിക്കുകയില്ല എന്നൊരു ബോധ്യം എപ്പോഴും പുള്ളിക്കുണ്ടായിരുന്നു. ആ ഒരു കാഴ്ചപ്പാടുകൂടിയായിരുന്നു പുള്ളി എപ്പോഴും വല്ലാണ്ട് സംസാരിക്കുമ്പോഴും. ഈ പ്രാവശ്യം പുള്ളി വന്നപ്പോൾ പുള്ളിയൊരു കാഴ്ചപ്പാടുകൂടി വന്നെന്നും എനിക്ക് തോന്നുന്നു. കാരണം ഒത്തിരി കാലങ്ങളേക്കില്ല എന്നൊരു ചിന്തയുണ്ട്. എല്ലാ വീടുകളിലും പോയി എല്ലാവരുടെയും യാത്ര പറഞ്ഞു. ഞാൻ 1-2 അച്ഛന്മാരൊക്കെ ഇന്നലെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവുകയില്ല അച്ഛ എന്നൊക്കെ അച്ഛന്മാർ പറഞ്ഞു. അവർ കരയുന്നത് കണ്ടപ്പോൾ എനിക്കും വളരെ ഇത് തോന്നി, പുള്ളി ഈ രീതിയിലേക്ക് മുന്നോട്ട് കണ്ടുകൊണ്ട് പോകുന്നത് എന്നുള്ളൊരു ബോധ്യം കണ്ടിട്ടാണ് പുള്ളി ഇവിടുന്ന് പോകുന്നത് എന്നൊരു ബോധ്യമായിരുന്നു. എന്താണെങ്കിലും പുള്ളിയുടെ വേർപാട് വളരെ വേദനാജനകമാണ്. കാരണം ഒരാഴ്ചത്തോടുള്ളൂ പുള്ളി വേദനിക്കുന്നു എന്നൊരു, അല്ലെങ്കിൽ പുള്ളി ഞങ്ങളിൽ നിന്ന് മാറിപ്പോകും എന്നൊരു ചിന്ത വരാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് വരെ ഞങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, ആരോടും അങ്ങനെ പറയുകയൊന്നും വേണ്ട, എനിക്കൊരു വിഷമമൊന്നുമില്ല എന്നുള്ളൊരു സംസാരമായിരുന്നു പുള്ളി പറഞ്ഞിരുന്നത്. എന്നാൽ ഒരാഴ്ചയായിട്ടാണ്, വളരെ ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിക്ക് ഒരു വേദനയുടെ വിഷമം പുള്ളി പങ്കുവയ്ക്കുകയും അവസാനത്തെ മരിക്കുന്ന ആ ദിവസമാണ് പിന്നെ ഇച്ചിരി വേദന പോലെ വളരെ വേദനിക്കുന്ന ഒരു അനുഭവം പറയുകയും അമ്മയെ കാണണം അല്ലെങ്കിൽ മറ്റു സഹോദരങ്ങളെ കൊണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാണ് പുള്ളി വിളിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആശ്രയിച്ചപ്പോഴും പിന്നെ ജീവിതത്തിൻ്റെ ശൈലിയാണ് പുള്ളിക്ക് ഒരു ലളിത ജീവിതമായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിലും പുള്ളി ഒരു ലാളിത്യത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരെയും വിളിച്ചിരുന്ന് സംസാരിക്കുകയും പിള്ളേരോടാണെങ്കിലും വളരെ ഇടപെടുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ചെറുപ്പകാലങ്ങളിൽ അങ്ങനെ അത്ര ഇല്ലായിരുന്നു. അതിനുള്ള അറിവ് ഞങ്ങളുടെ ചാച്ചൻ മരിച്ചു കഴിഞ്ഞുള്ള ആ രീതിയിലുള്ള വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ഒരു ഇതില്ലായിരുന്നു. അതിൽ പുള്ളി ഒരു വൈദികനായി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അതിൻ്റേതായ കുഞ്ഞുങ്ങളോടാണെങ്കിലും പിള്ളേരോടാണെങ്കിലും എപ്പോഴും ഇടപെടുകയും അവരെ പോയി കളിപ്പിക്കുകയും അവരെ എടുത്തുകൊണ്ട് നടക്കുകയും കൂടെ നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കാറുണ്ടായിരുന്നു, ഏറ്റവും ഇളയ അനിയനാണ് അദ്ദേഹത്തിന് ഒരു വൈദികനായപ്പോഴും അല്ലാത്തപ്പോഴും വളരെ യേശുവിനോടുള്ള ഒരാഴമായ ഒരു വിശ്വാസവും ഒരു കാഴ്ചപ്പാടും ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യവും അടിയുറച്ച വിശ്വാസവുമൊക്കെയാണ് എന്നെ ചേട്ടനായ എനിക്ക് ബോബി അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. ബോബി അച്ഛൻ്റെ മരണസമയത്ത് തനിക്കുണ്ടായ പ്രത്യേക അനുഭവം പറയുകയാണ് ബോബി അച്ഛൻ്റെ അമ്മ ഏലിയാമ്മ. നല്ല പഠിക്കുകയും എല്ലാ കാര്യത്തിനും പുള്ളി കൊടുക്കനായിരുന്നു. ഞാൻ എന്നാ കാര്യം പറഞ്ഞാലും
അതുപോലെയൊക്കെ എനിക്ക് സാധിച്ചു തരുമായിരുന്നു. എല്ലാ കൂട്ടുകാരെല്ലാവരും ഇന്നലെ ഇന്നും വന്നവരൊക്കെ പറയായിരുന്നു ഈ രൂപതയിൽ പുള്ളിയെ പറ്റി പറഞ്ഞ് വിഷമിക്കാത്തവരില്ലെന്നാണ് പറഞ്ഞത്. അച്ഛൻ മരിച്ച സമയമായിരിക്കും. ഒരമ്മയ്ക്ക് എൻ്റെ അടുത്തോട്ടൊരു പ്രാവിനെ ആ പ്രാവിൻ്റെ മടിയിൽ വന്നിരിക്കുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടാണ് എഴുന്നേറ്റ് വന്നപ്പോഴാണ് മരിച്ചെന്ന് നമ്മൾ ഫോൺ വരുന്നത്. അച്ഛനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ അച്ഛൻ കർത്താവിൻ്റെ ഒരു ദാസനാണെന്നും ദൈവത്തിൻ്റെ ഒരു പൈതലാണെന്നുള്ള ബോധ്യം അച്ഛൻ എപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുള്ളി എപ്പോൾ വിളിച്ചാലും കർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു. അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കാരണം രോഗമില്ലാത്ത സമയത്തും രോഗമായിരുന്ന സമയത്തും പുള്ളിയുടെ സംസാര ശൈലിയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, താൻ ഏറ്റെടുത്ത ദൗത്യം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് പുരോഗതിനാണെങ്കിലും ആ പുരോഗതി ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും കർത്താവിൻ്റെ മകനായി ജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് ഞാൻ പലപ്പോഴും പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് ഇടപെടുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം പുള്ളിയുടെ ഞങ്ങൾ ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ പറയും, രോഗത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കർത്താവ് എപ്പോഴാണെങ്കിലും നമ്മൾ എന്നാണെങ്കിലും പോകേണ്ടതല്ലോ, അതിനിപ്പോൾ എന്നാ. അപ്പോൾ എനിക്ക് ഒരു ദിവസം മുൻപേ ചെന്ന് പോകാനാണ് എന്നെ ദൈവം ഏൽപ്പിച്ചിരുന്ന ദൗത്യങ്ങൾ തീർത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിലെത്താനാണ് പുള്ളി വളരെ ആഗ്രഹിച്ചുകൊണ്ടാണ് ആ രീതിയിലുള്ള സംസാരങ്ങൾ എന്നോട് എപ്പോഴും പങ്കുവച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പം വേദനയുടെ കാര്യങ്ങളും വിഷമങ്ങളുടെ കാര്യങ്ങളും വേദനയൊക്കെ ഉണ്ട്, നല്ല വേദന ഉള്ളപ്പോൾ പുള്ളി പറയും കർത്താവ് കൂടെ സ്നേഹിക്കുന്നതുകൊണ്ട് കുരിശെടുത്ത് കൂടെ പോകാൻ ആ രീതിയിലുള്ള കാഴ്ചപ്പാടിൽ എളുപ്പം സ്വർഗത്തിലെത്താൻ ഉള്ളൊരു വ്യഗ്രതയായിരുന്നു പുള്ളിക്ക് ഉണ്ടായിരുന്നത്. ഈ അവസാന സമയങ്ങളിലൂടെ വന്നപ്പോൾ വചനപ്രഘോഷണത്തിലൊക്കെ വളരെ തൽപരനായിരുന്നു പുള്ളി. ചെയ്യുന്ന പ്രവൃത്തി സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആത്മാർത്ഥത പുള്ളിയുടെ ജീവിതത്തിൽ എപ്പോഴും കാണുമായിരുന്നു. അച്ഛൻ്റെ മരണം വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു 2 മാസം മുന്നേ എനിക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയായിരുന്നു, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ 6 മാസത്തിനുള്ളിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുമെന്നുള്ള മെസ്സേജ്. അതിൻ്റെ ജീവിതപങ്കാളിയോട് ഞാൻ പറഞ്ഞപ്പോൾ അവരൊന്ന് ചിരിച്ചു, അവർ കളിയാക്കി, ചുമ്മാ തമാശ പറയരുത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അന്നേരം എനിക്കൊരു മനസ്സിലുണ്ടായിരുന്നു, ബോബിച്ചനെ കൊണ്ട് ഒത്തിരി ശുശ്രൂഷ ചെയ്യുവാൻ ഇവിടെ ഉണ്ട്, രോഗമാണെങ്കിലും പുള്ളിക്ക് ഇനിയും ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒരു നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കർത്താവ് വിളിച്ചാലും അച്ഛൻ്റെ ലക്ഷ്യം പോലെ തന്നെ എനിക്ക് ആ ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, അച്ഛനൊരു വിഷമം വരുത്താതെ എൻ്റെ ജീവൻ എടുക്കുക, എനിക്ക് സന്തോഷമാണെന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനിങ്ങനെ കർത്താവിനോട് പറയുമായിരുന്നു. എന്നാൽ ഇത് ഇത്ര പിടിയിൽ നിന്ന് സംഭവിക്കുന്നു എനിക്കൊരു 6 മാസം ആയിരുന്നു, ഒരു 3 മാസം മുന്നേ എന്നോട് പറഞ്ഞിരുന്നു. അപ്പം ഒരു 3 മാസം കൂടെ കാണും എന്നൊരു കാഴ്ചപ്പാട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ വീണ്ടും തിരിച്ചു വന്ന് കർത്താവിന് സാക്ഷ്യം നൽകി വലിയ വിശുദ്ധനായ ഒരു വൈദികനായി നടക്കും എന്നൊക്കെ ഇങ്ങനെ പല മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ അന്നേരവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കുവാൻ, കർത്താവിൻ്റെ ഹിതം എന്നറിയാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ബോധ്യം ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരിലും ഒരാളത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത. ബോബിയച്ഛൻ്റെ സ്വർഗത്തിലെത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കൂടുതൽ ശക്തി പകരാനും ഞങ്ങളുടെ കുടുംബത്തിൽ അനേക അനുഗ്രഹങ്ങൾ തരാൻ നമ്മുടെ രൂപതയ്ക്കും അതുപോലെ തന്നെ കത്തോലിക്ക സഭയ്ക്കും വലിയ മുതൽക്കൂട്ടായി അനുഗ്രഹമായി ബോബിയച്ഛൻ തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്.